ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള മാവൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1.5 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പലഹാരം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഉപ്പാട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി ദോശക്കൊക്കെയുള്ള മാവില്ലേ ആ ഒരു കട്ടിയിലാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചെടുത്ത് ഇളക്കി ഈ ഒരു കട്ടിക്കാട്ടാണ് നമ്മളെ മാവുള്ളത്. ഇനി ഇതിലേക്ക് 2 അപ്പക്കാരും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, പലഹാരം നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രത്തേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനുള്ള 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഓംലേറ്റ് ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. ഇനി ഓരോ കഷ്ണം ഓംലേറ്റ് എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ കടലപ്പൊടി മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.